ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 5 തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ തക്കാളി ചട്നിയും അതുപോലെ കോഴിമുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.